ഹലോ, നമസ്കാരം. ഏവർക്കും PSC എനർജി ബൂസ്റ്ററിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന മേഖലയാണ് SCRT പാഠം ബേസ് ചെയ്തിട്ടുള്ള 5 മുതൽ 10ാം ക്ലാസ് വരെയുള്ള 2 വിപ്ലവങ്ങളെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അമേരിക്കൻ വിപ്ലവവും ഫ്രഞ്ച് വിപ്ലവവും. അതിൻ്റെ കണ്ടിന്യൂഷൻ ക്ലാസ്സായ ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം, റഷ്യൻ വിപ്ലവം, പിന്നെ കറുപ്പ് വിപ്ലവം, ചൈനീസ് ഒക്ടോബർ, അങ്ങനെയുള്ള കുറച്ച് വിപ്ലവത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോയാലോ? എല്ലാവരും ശ്രദ്ധിച്ച് പഠിക്കണം. ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം. തെക്കേ അമേരിക്കയും മധ്യ അമേരിക്കയും വെസ്റ്റ് ഇൻഡീസ് ദ്വീപുകളും ഉൾപ്പെടുന്ന പ്രദേശമാണ് ലാറ്റിൻ അമേരിക്ക. അപ്പോൾ തെക്കേ അമേരിക്കയും മധ്യ അമേരിക്കയും വെസ്റ്റ് ഇൻഡീസ് ദ്വീപുകളും ഉൾപ്പെടുന്ന പ്രദേശമാണ് ലാറ്റിൻ അമേരിക്ക. ലാറ്റിൻ അമേരിക്ക സ്പാനിഷ്, പോർച്ചുഗീസ് എന്നിവരുടെ കോളനിയായിരുന്നു. അപ്പോൾ ലാറ്റിൻ അമേരിക്ക സ്പാനിഷ്, പോർച്ചുഗീസ് എന്നിവരുടെ കോളനിയായിരുന്നു. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുടെ ഔദ്യോഗിക ഭാഷയാണ് സ്പാനിഷ്. അപ്പോൾ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുടെ ഔദ്യോഗിക ഭാഷയാണ് സ്പാനിഷ്. തെക്കേ അമേരിക്കയിലെ പ്രാചീന സംസ്കാരത്തിൻ്റെ കേന്ദ്രമാണ് മാച്ചു പിച്ചു. അത് പെറുവാണ്. അപ്പോൾ തെക്കേ അമേരിക്കയിലെ പ്രാചീന സംസ്കാരത്തിൻ്റെ കേന്ദ്രം മാച്ചു പിച്ചു, പെറുവിലാണ്. മാച്ചു പിച്ചുവിൻ്റെ ഉയരങ്ങൾ എന്ന കൃതി രചിച്ചത് പാബ്ലോ നെരൂദ. അപ്പോൾ മാച്ചു പിച്ചുവിൻ്റെ ഉയരങ്ങൾ എന്ന കൃതി രചിച്ചത് പാബ്ലോ നെരൂദ. മാച്ചു പിച്ചുവിൻ്റെ ഉയരങ്ങൾ എന്ന കൃതി രചിച്ചത് പാബ്ലോ നെരൂദ. ലാറ്റിൻ അമേരിക്കൻ മോചനത്തിന് വേണ്ടി പ്രവർത്തിച്ച പ്രധാന നേതാക്കളാണ് സൈമൺ ബൊളീവർ, ഫ്രാൻസിസ്കോ മിറാൻഡ, ജോസെ ഡി സാൽമാർട്ടിൻ. അപ്പോൾ ലാറ്റിൻ അമേരിക്കൻ മോചനത്തിന് വേണ്ടി പ്രവർത്തിച്ച പ്രധാന നേതാക്കൾ സൈമൺ ബൊളീവർ, ഫ്രാൻസിസ്കോ മിറാൻഡ, ജോസെ ഡി സാൽമാർട്ടിൻ. മിക്ക ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളും സ്വാതന്ത്ര്യം നേടിയ വർഷം 1825. അപ്പോൾ മിക്ക ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളും സ്വാതന്ത്ര്യം നേടിയ വർഷം എന്നാണ് 1825. തെക്കേ അമേരിക്കയിലെ ജോർജ് വാഷിങ്ടൺ, സൈമൺ ബൊളിവർ. അപ്പോൾ തെക്കേ അമേരിക്കയിൽ ജോർജ് വാഷിങ്ടൺ എന്നറിയപ്പെടുന്നത് സൈമൺ ബൊളിവർ വെനസ്വലക്കാരനാണ്. വെനസ്വല, കൊളംബിയ, ഇക്വഡോർ, പെറു എന്നീ രാജ്യങ്ങളുടെ മോചനത്തിനായി പ്രവർത്തിച്ച വ്യക്തിയാണ് സൈമൺ ബൊളിവർ. അപ്പോൾ വെനസ്വല, കൊളംബിയ, ഇക്വഡോർ, പെറു എന്നീ രാജ്യങ്ങളുടെ മോചനത്തിനായി പ്രവർത്തിച്ച വ്യക്തിയാണ് സൈമൺ ബൊളിവർ. അർജന്റീന, ചിലി എന്നീ കോളനികളുടെ മോചനത്തിനായി പ്രവർത്തിച്ച വ്യക്തിയാണ് ജോസെ ഡി സാൽമാർട്ടിൻ, അർജന്റീനക്കാരൻ. അപ്പോൾ അർജന്റീന, ചിലി എന്നീ കോളനികളുടെ മോചനത്തിനായി പ്രവർത്തിച്ച വ്യക്തിയാണ് ജോസെ ഡി സാൽമാർട്ടിൻ. എന്നാൽ വെനസ്വല, കൊളംബിയ, ഇക്വഡോർ, പെറു എന്നീ രാജ്യങ്ങളുടെ മോചനത്തിനായി പ്രവർത്തിച്ച വ്യക്തിയാണ് സൈമൺ ബൊളിവർ. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുടെ വിമോചകൻ എന്നറിയപ്പെടുന്നത് സൈമൺ ബൊളിവറാണ്. കൺഫ്യൂഷൻ വരണ്ട. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുടെ വിമോചകൻ എന്നറിയപ്പെടുന്നത് സൈമൺ ബൊളിവർ. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന നേതാവാണ് ജോസെ ഡി സാൽമാർട്ടിൻ. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന നേതാവാണ് ജോസെ ഡി സാൽമാർട്ടിൻ. വിമോചകൻ എന്ന് കേട്ടാൽ സൈമൺ ബൊളിവറും സംരക്ഷകൻ എന്ന് കേട്ടാൽ ജോസെ ഡി സാൽമാർട്ടിൻ എഴുതാം. റഷ്യൻ വിപ്ലവം. മാർക്സിസം എന്ന ആശയത്തിന് രൂപം നൽകിയവരാണ് കാൾ മാർക്സും ഫ്രെഡറിക് ഏംഗൽസും. അപ്പം മാർക്സിസം എന്ന ആശയത്തിന് രൂപം നൽകിയവരാണ് കാൾ മാർക്സും ഫ്രെഡറിക് ഏംഗൽസും. മാർക്സിസം എന്ന ആശയങ്ങളിൽ അധിഷ്ഠിതമായ പാർട്ടിയാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി. അപ്പം മാർക്സിസ്റ്റ് എന്ന ആശയങ്ങളിൽ അധിഷ്ഠിതമായ പാർട്ടിയാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി. സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടിയുടെ പിരിവുകൾ മെൻഷേവുക്കുകൾ ന്യൂനപക്ഷം, ബോൾഷേവുക്കുകൾ ഭൂരിപക്ഷം. അപ്പം സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടിയുടെ പിരിവുകൾ മെൻഷേവുക്കുകൾ ന്യൂനപക്ഷം, ബോൾഷേവുക്കുകൾ ഭൂരിപക്ഷം. മെൻഷേവുകൾക്ക് നേതൃത്വം നൽകിയവരാണ് അലക്സാണ്ടർ കെരൻസ്കി. അപ്പം മെൻഷേവുകൾക്ക് നേതൃത്വം നൽകിയവരാണ് അലക്സാണ്ടർ കെരൻസ്കി. ബോൾഷേവുകൾക്ക് നേതൃത്വം നൽകിയത് ലെനിനും ട്രോട്സ്കോയും. അപ്പം മെൻഷേവുകൾക്ക് നേതൃത്വം നൽകിയവർ അലക്സാണ്ടർ കെരൻസ്കി, ബോൾഷേവുകൾക്ക് നേതൃത്വം നൽകിയത് ലെനിനും ട്രോട്സ്കോയും. റഷ്യ ജപ്പാൻ യുദ്ധം നടന്ന വർഷം 1905. അപ്പോൾ റഷ്യ ജപ്പാൻ യുദ്ധം നടന്ന വർഷം 1905. രാഷ്ട്രീയ അവകാശങ്ങളും സാമ്പത്തിക പരിഷ്കാരങ്ങളും ആവശ്യപ്പെട്ട് തൊഴിലാളികൾ സംഘടിപ്പിച്ച സ്ഥലമാണ് പെട്രോഗ്രാഡ്. അപ്പോൾ രാഷ്ട്രീയ അവകാശങ്ങളും സാമ്പത്തിക പരിഷ്കാരങ്ങളും ആവശ്യപ്പെട്ട് തൊഴിലാളികൾ സംഘടിപ്പിച്ച സ്ഥലമാണ് പെട്രോഗ്രാഡ്. 1905 ജനുവരി 9. പെട്രോഗ്രാഡ് സമ്മേളനത്തിനെതിരെ പട്ടാളം വെടിവെക്കുകയും
നൂറുകണക്കിന് തൊഴിലാളികൾ കൊല്ലപ്പെട്ടതുമായ സംഭവമാണ് രക്തരൂക്ഷിതമായ ഞായറാഴ്ച ബ്ലഡി സൺഡേ. അപ്പോൾ പെട്രോഗ്രാഡ് എന്ന സമ്മേളനത്തിനെതിരെ പട്ടാളം വെടിവെക്കുകയും നൂറുകണക്കിന് തൊഴിലാളികൾ കൊല്ലപ്പെട്ടതുമായ സംഭവം അറിയപ്പെടുന്നതാണ് രക്തരൂക്ഷിതമായ ഞായറാഴ്ച. റഷ്യൻ വിപ്ലവത്തിൻ്റെ ഭാഗമായി തൊഴിലാളികൾ രൂപീകരിച്ച സംഘങ്ങൾ അറിയപ്പെട്ടിരുന്നത് സോവിയറ്റുകൾ എന്നാണ്. അപ്പോൾ റഷ്യൻ വിപ്ലവത്തിൻ്റെ ഭാഗമായി തൊഴിലാളികൾ രൂപീകരിച്ച സംഘങ്ങൾ അറിയപ്പെട്ടിരുന്നത് സോവിയറ്റുകൾ. റഷ്യൻ നിയമനിർമ്മാണ സഭ അറിയപ്പെടുന്നത് ദ്യൂമയാണ്. അപ്പോൾ റഷ്യൻ്റെ നിയമനിർമ്മാണ സഭ അറിയപ്പെടുന്നത് എന്ത് പേരിലാണ്? ദ്യൂമ. എന്താണ്? ദ്യൂമ. 1914 ഒന്നാം ലോക മഹായുദ്ധം ആരംഭിച്ച സമയത്ത് റഷ്യൻ ചക്രവർത്തിയാണ് നിക്കോളാസ് രണ്ടാമൻ. അപ്പോൾ 1914 ഒന്നാം ലോക മഹായുദ്ധം ആരംഭിച്ച സമയത്ത് റഷ്യൻ ചക്രവർത്തി ആരായിരുന്നു? നിക്കോളാസ് രണ്ടാമൻ. സാഹിത്യ വഴികൾ. റഷ്യൻ വിപ്ലവ കാലത്തെ തൊഴിലാളികളുടെയും കർഷകരുടെയും ദുരിത ജീവിതത്തെ കൃതികളിൽ ചിത്രീകരിച്ച സാഹിത്യകാരന്മാരാണ് മാക്സിം ഗോർക്കി, ടോൾസ്റ്റോയി, ഇവാൻ തുർഗ്നേവ്, ആന്റൺ ചെക്കോവ്. അപ്പോൾ റഷ്യൻ വിപ്ലവ കാലത്തെ തൊഴിലാളികളുടെയും കർഷകരുടെയും ദുരിത ജീവിതത്തെ കൃതികളിൽ ചിത്രീകരിച്ച സാഹിത്യകാരന്മാരാരൊക്കെയാണ്? മാക്സിം ഗോർക്കി. ആരാണ്? മാക്സിം ഗോർക്കി, ടോൾസ്റ്റോയി, ഇവാൻ തുർഗനേവ്. അപ്പോൾ ആരാണ്? ഇവാൻ തുർഗനേവ്, ആന്റൺ ചെക്കോവ്. 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലുള്ള റഷ്യയുടെ അവസ്ഥയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അമ്മ എന്ന നോവൽ രചിച്ചത് മാക്സിം ഗോർക്കി. അപ്പോൾ 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലുള്ള റഷ്യയുടെ അവസാനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അമ്മ എന്ന നോവൽ രചിച്ചത് മാക്സിം ഗോർക്കി. റഷ്യക്കാരനാണ്. സർ ചക്രവർത്തിമാരുടെ ഭരണകാലഘട്ടത്തിലെ ഒരു യഥാർത്ഥ സംഭവത്തെ അധികരിച്ച് നിർമ്മിച്ച നിശബ്ദ ചിത്രമാണ് ബാറ്റിൽ ഷിപ്പ് പൊട്ടൻകി. അപ്പോൾ സർ ചക്രവർത്തിമാരുടെ ഭരണകാലഘട്ടത്തിലെ ഒരു യഥാർത്ഥ സംഭവത്തെ അധികരിച്ച് നിർമ്മിച്ച നിശബ്ദ ചിത്രമാണ്. എന്താണ്? നിശബ്ദ ചിത്രം ബാറ്റിൽ ഷിപ്പ് പൊട്ടൻകി. സംവിധാനം സെർഗി ഐൻസ്റ്റീൻ. അപ്പോൾ ആരാണ് സംവിധാനം ചെയ്തത്? സെർഗി ഐൻസ്റ്റീൻ. അയാളും റഷ്യക്കാരനാണ്. ലോകത്തെ പിടിച്ചുകുലുക്കിയ 10 ദിവസം എന്ന പുസ്തകം രചിച്ചത് ജോൺ റീഡ്. അപ്പോൾ ലോകത്തെ പിടിച്ചുകുലുക്കിയ 10 ദിവസം എന്ന പുസ്തകം രചിച്ചത് ജോൺ റീഡ്. ലോകത്തെ പിടിച്ചുകുലുക്കിയ 10 ദിവസം എന്ന പുസ്തകത്തെ ആസ്പദമാക്കി ചലച്ചിത്ര സംവിധാനം ചെയ്തത് സെർഗി ഐൻസ്റ്റീൻ ആണ്. ലോകത്തെ പിടിച്ചുകുലുക്കിയ 10 ദിവസം എന്ന പുസ്തകത്തെ ആസ്പദമാക്കി ചലച്ചിത്രം സംവിധാനം ചെയ്തത് സെർഗി ഐൻസ്റ്റീൻ. അപ്പോൾ ലോകത്തെ പിടിച്ചുകുലുക്കിയ 10 ദിവസം എന്ന പുസ്തകം രചിച്ചത് ജോൺ റീഡ്. ഫെബ്രുവരി വിപ്ലവം. റഷ്യയിലെ ചക്രവർത്തിയായിരുന്ന നിക്കോളാസ് രണ്ടാമൻ സ്ഥാനമൊഴിയുകയും മെൻഷേവിക് നേതാവായ കെറൻസ്കിയുടെ നേതൃത്വത്തിൽ ഒരു താൽക്കാലിക ഗവൺമെൻറ് നിലവിൽ വരികയും ചെയ്ത സംഭവമാണ് ഫെബ്രുവരി വിപ്ലവം. അപ്പോൾ എന്താണ് ഫെബ്രുവരി വിപ്ലവം? റഷ്യയിലെ ചക്രവർത്തിയായിരുന്ന ആരാണ്? നിക്കോളാസ് രണ്ടാമനാണ്. ഇപ്പോൾ നിക്കോളാസ് രണ്ടാമൻ സ്ഥാനമൊഴിയുകയും മെൻഷേവിക് നേതാവ് ആരായിരുന്നു? നമ്മൾ നേരത്തെ പഠിച്ചു, കെറൻസ്കിയുടെ നേതൃത്വത്തിൽ ഒരു താൽക്കാലിക ഗവൺമെൻറ് നിലവിൽ വരികയും ചെയ്ത സംഭവത്തെയാണ് നമ്മൾ എന്തറിയപ്പെടുന്നത്? ഫെബ്രുവരി വിപ്ലവം എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഈ ഫെബ്രുവരി വിപ്ലവം നടന്ന വർഷം 1917 മാർച്ചിലാണ്. അപ്പം ഫെബ്രുവരി വിപ്ലവം എന്നാണ് നടന്നത്? 1917 മാർച്ച്. റഷ്യയിലെ താൽക്കാലിക ഗവൺമെൻറ്റിനെ എതിർത്ത വ്യക്തിയാണ് വ്ളാഡിമിർ ലെനിൻ. അപ്പോൾ ഈ റഷ്യയിലെ താൽക്കാലിക ഗവൺമെൻറ്റിനെ ആരെതിർത്തു? വ്ളാഡിമിർ ലെനിൻ എതിർത്തു. ഒക്ടോബർ വിപ്ലവം. റഷ്യയുടെ ഭരണം ബോൾഷെവിക്കുകളുടെ നിയന്ത്രണത്തിലായ സംഭവമാണ് ഒക്ടോബർ വിപ്ലവം. അപ്പോൾ റഷ്യയുടെ ഭരണം ആരുടെ കീഴിലായി? ബോൾഷെവിക്കുകളുടെ നിയന്ത്രണത്തിലായി. ആ സംഭവത്തെയാണ് എന്തറിയപ്പെടുന്നത്? ഒക്ടോബർ വിപ്ലവം എന്നറിയപ്പെടുന്നത്. ഒക്ടോബർ വിപ്ലവം നടന്ന വർഷം 1917. അപ്പം ഫെബ്രുവരി വിപ്ലവവും 1917, ഒക്ടോബർ വിപ്ലവവും 1917. സോവിയറ്റുകളുടെ സമ്മേളനം ചേർന്ന് രൂപീകരിച്ച ക്യാബിനറ്റിൻ്റെ അധ്യക്ഷനാണ് ലെനിൻ. അപ്പോൾ സോവിയറ്റുകളുടെ സമ്മേളനം ചേർന്ന് രൂപീകരിച്ച ക്യാബിനറ്റിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? ലെനിൻ. വ്യത്യസ്ത സോവിയറ്റ് റിപ്പബ്ലിക്കുകൾ കൂടിച്ചേർന്ന് സോവിയറ്റ് യൂണിയൻ, അതായത് USSR രൂപീകരിച്ച വർഷമാണ് 1922 ഡിസംബർ 30. അപ്പോൾ വ്യത്യസ്ത സോവിയറ്റ് റിപ്പബ്ലിക്കുകൾ കൂട്ടിച്ചേർന്ന് സോവിയറ്റ് യൂണിയൻ, അതായത് USSR രൂപീകരിച്ച വർഷം 1922 ഡിസംബർ 30. ചൈനീസ് വിപ്ലവം. യൂറോപ്യൻ രാഷ്ട്രങ്ങളും അമേരിക്കയും ഉൾപ്പെട്ട കോളനിയിൽ ഒരു ശക്തികൾ ചൈനയിൽ സ്വീകരിച്ച നയങ്ങൾ കറുപ്പ് വ്യാപാരവും തുറന്ന നയവും. അപ്പോൾ എന്താണ്? യൂറോപ്യൻ രാഷ്ട്രങ്ങളും
അമേരിക്കയും ഉൾപ്പെട്ട കൊളോണിയൽ ശക്തികൾ ചൈനയിൽ സ്വീകരിച്ച നയങ്ങളാണ് കറുപ്പ് വ്യാപാരവും തുറന്ന വാതിൽ നയവും. കറുപ്പ് വ്യാപാരം. ചൈന യൂറോപ്പിലേക്ക് കയറ്റുമതി ചെയ്തിരുന്ന വസ്തുക്കളാണ് പട്ട്, തേയില, മൺപാത്രങ്ങൾ. അപ്പോൾ ചൈന യൂറോപ്പിലേക്ക് കയറ്റുമതി ചെയ്തിരുന്ന വസ്തുക്കളാണ് പട്ട്, തേയില, മൺപാത്രങ്ങൾ. ബ്രിട്ടനിൽ നിന്നും ചൈനയിലേക്ക് ഇറക്കുമതി ചെയ്തിരുന്ന ലഹരി വസ്തുവാണ് കറുപ്പ്. അപ്പോൾ ബ്രിട്ടനിൽ നിന്നും ചൈനയിലേക്ക് ഇറക്കുമതി ചെയ്തിരുന്ന ലഹരി വസ്തുവാണ് ഏത്? കറുപ്പ്. കറുപ്പ് യുദ്ധം നടന്ന രാജ്യങ്ങളാണ് ചൈനയും ബ്രിട്ടനും. അപ്പോൾ കറുപ്പ് യുദ്ധം നടന്ന രാജ്യങ്ങൾ ചൈനയും ബ്രിട്ടനും. തുറന്ന വാതിൽ നയം. 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാന ഘട്ടത്തിൽ ചൈനയിൽ വ്യാപാരാനുകൂല്യങ്ങൾ കരസ്ഥമാക്കാനായി അമേരിക്ക പ്രഖ്യാപിച്ച നയമാണ് തുറന്ന വാതിൽ നയം. അപ്പോൾ ഏത് നൂറ്റാണ്ടിലാണ്? 19-ാം നൂറ്റാണ്ടിൽ. അപ്പോൾ 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാന ഘട്ടത്തിൽ ചൈനയിൽ വ്യാപാരാനുകൂല്യങ്ങൾ കരസ്ഥമാക്കാനായി അമേരിക്ക പ്രഖ്യാപിച്ച നയമാണ് തുറന്ന വാതിൽ നയം. തുറന്ന വാതിൽ നയം പ്രഖ്യാപിച്ചത് ജോൺ ഹേ ആണ്. അയാൾ അമേരിക്കക്കാരനാണ്. അപ്പോൾ തുറന്ന വാതിൽ നയം പ്രഖ്യാപിച്ചത് ജോൺ ഹേ, അമേരിക്ക. ബോക്സർ കലാപം. ചൈനയിൽ പ്രവർത്തിച്ചിരുന്ന രഹസ്യ സംഘടനകൾ മഞ്ചു രാജവംശത്തിനെതിരെ സംഘടിപ്പിച്ച കലാപമാണ് ബോക്സർ കലാപം. എന്താണ് ബോക്സർ കലാപം? ചൈനയിൽ പ്രവർത്തിച്ചിരുന്ന രഹസ്യ സംഘടനയായ മഞ്ചു രാജവംശത്തിനെതിരെ സംഘടിപ്പിച്ച കലാപമാണ് ബോക്സർ കലാപം. ബോക്സർ കലാപം നടന്ന വർഷം 1900. ഇപ്പോൾ ബോക്സർ കലാപം എന്നാണ് നടന്നത്? 1900. വിദേശ ഇടപെടലിനും ആധിപത്യത്തിനും അനുകൂലമായ നിലപാട് സ്വീകരിച്ചിരുന്ന ചൈനീസ് രാജവംശമാണ് മഞ്ചു രാജവംശം. അപ്പോൾ വിദേശ ഇടപെടലിനും ആധിപത്യത്തിനും അനുകൂലമായ നിലപാട് സ്വീകരിച്ചിരുന്ന ചൈനീസ് രാജവംശമാണ് ഏത്? മഞ്ചു രാജവംശം. ബോക്സർ കലാപത്തിൻ്റെ മുദ്രയാണ് ബോക്സർമാരുടെ മുഷ്ടി. അപ്പം ബോക്സർ കലാപത്തിൻ്റെ മുദ്രയാണ് എന്ത്? ബോക്സർമാരുടെ മുഷ്ടി. ഡോക്ടർ സന്യാ സെന്നിൻ്റെ നേതൃത്വത്തിൽ മഞ്ചു രാജവംശത്തിനെതിരായി ചൈനയിൽ വിപ്ലവം നടന്ന വർഷം 1911. അപ്പോൾ ആരുടെ നേതൃത്വത്തിലാണ് നടന്നത്? ഡോക്ടർ സന്യാ സെന്നിൻ്റെ നേതൃത്വത്തിൽ മഞ്ചു രാജവംശത്തിനെതിരായി ചൈനയിൽ വിപ്ലവം നടന്ന വർഷമാണ് 1911. ചൈനയിൽ രാജവാഴ്ചയ്ക്ക് അവസാനം കുറിച്ച വിപ്ലവമാണ് 1911 ചൈനീസ് വിപ്ലവം. അപ്പോൾ ചൈനയിൽ രാജവാഴ്ചയ്ക്ക് അവസാനം കുറിച്ച വിപ്ലവമാണ് 1911 ചൈനീസ് വിപ്ലവം. ദക്ഷിണ ചൈനയിൽ സന്യാ സെന്നിൻ്റെ നേതൃത്വത്തിൽ റിപ്പബ്ലിക് ഭരണം സ്ഥാപിച്ചത് കുമിന്താങ് പാർട്ടി. അപ്പോൾ ദക്ഷിണ ചൈനയിൽ സന്യാ സെന്നിൻ്റെ നേതൃത്വത്തിൽ റിപ്പബ്ലിക് ഭരണം സ്ഥാപിച്ചത് ആരാണ്? കുമിന്താങ് പാർട്ടിയാണ്. ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം എന്നീ ആശയങ്ങൾക്ക് പ്രാധാന്യം നൽകിയതാണ് ഡോക്ടർ സന്യാ സെൻ. അപ്പം ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം എന്നീ ആശയങ്ങൾക്ക് പ്രാധാന്യം നൽകിയത് ആരാണ്? ഡോക്ടർ സന്യാ സെൻ. ചൈനയിൽ ഏകാധിപത്യ ഭരണത്തിന് തുടക്കം കുറിച്ചത് ചിയാങ് കൈഷേക്ക്. അപ്പം ചൈനയിൽ ഏകാധിപത്യ ഭരണത്തിന് തുടക്കം കുറിച്ചത് ചിയാങ് കൈഷേക്ക്. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവാണ് മാവോ സെയ്തുങ്. അപ്പോൾ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവാണ് ആര്? മാവോ സെയ്തുങ്. 1934 കമ്മ്യൂണിസ്റ്റുകൾ മാവോ സെയ്തുങ്ങിൻ്റെ നേതൃത്വത്തിൽ തെക്കൻ ചൈനയിലെ കിയാങ്സി മുതൽ വടക്കു പടിഞ്ഞാറ് യനാൻ വരെ നടത്തിയ യാത്രയാണ് ലോങ് മാർച്ച്. അപ്പോൾ ലോങ് മാർച്ച് എന്തോന്നാണ്? 1934 കമ്മ്യൂണിസ്റ്റുകൾ മാവോ സെയ്തുങ്ങിൻ്റെ നേതൃത്വത്തിൽ തെക്കൻ ചൈനയിലെ കിയാങ്സി മുതൽ വടക്കു പടിഞ്ഞാറ് യനാൻ വരെ നടത്തിയ യാത്രയാണ് ലോങ് മാർച്ച് എന്നറിയപ്പെടുന്നത്. പടിഞ്ഞാറ് യനാൻ വരെ നടത്തിയ യാത്രയാണ് ലോങ് മാർച്ച്. ലോങ് മാർച്ചിൽ വിപ്ലവകാരികൾ സഞ്ചരിച്ച ദൂരം 12,000 കിലോമീറ്റർ. അപ്പോൾ ലോങ് മാർച്ചിൽ ഈ വിപ്ലവകാരികൾ സഞ്ചരിച്ച ദൂരമാണ് 12,000 കിലോമീറ്റർ. മാവോ സെയ്തുങ്ങിൻ്റെ നേതൃത്വത്തിലുള്ള സേനയാണ് ചുവപ്പു സേന. അപ്പോൾ മാവോ സെയ്തുങ്ങിൻ്റെ നേതൃത്വത്തിലുള്ള സേനയാണ് ചുവപ്പു സേന. കുമിന്താങ് ഭരണത്തിൻ്റെ അധികാരം നഷ്ടപ്പെട്ടതിനെ തുടർന്ന് ചിയാങ് കൈഷേക്ക് രാഷ്ട്രീയ അഭയം തേടിയ രാജ്യമാണ് തായ്വാൻ. കുമിന്താങ് ഭരണത്തിൻ്റെ അധികാരം നഷ്ടപ്പെട്ടതിനെ തുടർന്ന് ചിയാങ് കൈഷേക്ക് രാഷ്ട്രീയ അഭയം തേടിയ രാജ്യമാണ് തായ്വാൻ. ജനകീയ ചൈന റിപ്പബ്ലിക്കായ വർഷം 1949 ഒക്ടോബർ 1. അപ്പോൾ ജനകീയ ചൈന റിപ്പബ്ലിക്കായ വർഷമാണ് 1949 ഒക്ടോബർ 1. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം, റഷ്യൻ വിപ്ലവം, ഒക്ടോബർ വിപ്ലവം, ഫെബ്രുവരി വിപ്ലവം എന്നീ വിപ്ലവങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം എന്തായിരുന്നു?
തെക്കേ അമേരിക്കയും മധ്യ അമേരിക്കയും വെസ്റ്റ് ഇൻഡീസ് ദ്വീപുകളും ഉൾപ്പെടുന്ന പ്രദേശമാണ് ലാറ്റിൻ അമേരിക്ക എന്ന് പറഞ്ഞു. തെക്കേ അമേരിക്കയിലെ പ്രാചീന സംസ്കാരത്തിൻ്റെ കേന്ദ്രമാണ് മാച്ചു പിച്ചു അല്ലെങ്കിൽ പെറു എന്ന് പറഞ്ഞു. മാച്ചു പിച്ചുവിൻ്റെ ഉയരങ്ങൾ എന്ന കൃതി രചിച്ചത് പാബ്ലോ നെരൂദ എന്ന് പറഞ്ഞു. ലാറ്റിൻ അമേരിക്കൻ മോചനത്തിനു വേണ്ടി പ്രവർത്തിച്ച പ്രധാന നേതാക്കളാണ് സൈമൺ ബൊളിവർ, ഫ്രാൻസിസ്കോ മിറാൻഡ, ജോസെ ഡി സാൽമാർട്ടിൻ പറഞ്ഞു. പിന്നെ നമ്മൾ എന്താടേ പഠിച്ചേ? റഷ്യൻ വിപ്ലവം എന്തായിരുന്നു? മാർക്സിസം എന്ന ആശയം രൂപം നൽകിയവർ ആരായിരുന്നു? കാൾ മാർക്സും ഫെഡറിക് ഏംഗൽസും ആയിരുന്നു. പിന്നെ നമ്മൾ 2 പാർട്ടിയായിട്ട് തിരിച്ചു എന്ന് പറഞ്ഞു. ഏതൊക്കെയായിരുന്നു? മെൻഷേവുക്കളും ബോൾഷേവുക്കളും. മെൻഷേവുക്കൾ ആരാ നേതൃത്വം നൽകിയത്? അലക്സാണ്ടർ കെരൻസ്കിയും. ബോൾഷേവുക്കൾ ലെനിനും ട്രോട്സ്കിയും കൂടെ ചേർന്നാണ്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താ പഠിച്ചേ? ഫെബ്രുവരി വിപ്ലവം നടന്നത് എന്തായിരുന്നു? 1917. ഒക്ടോബർ വിപ്ലവം 1917. ചൈനീസ് വിപ്ലവത്തെക്കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. കറുപ്പ് വ്യാപാരം പഠിച്ചായിരുന്നു. തുറന്ന വാതിൽ നയം പഠിച്ചിരുന്നു. ബോക്സർ കലാപം എന്നാണ് നടന്നത് 1900. അങ്ങനെ നമ്മൾ കുറച്ച് കാര്യങ്ങളൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ അടുത്ത പാഠം നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.